Good morning, viewers. Good to see you. In the 6th April, Nifty, ഇപ്പോൾ സമയം almost 11 o'clock. Nifty is trading somewhere around 22,500 ആണ് Nifty trade ചെയ്യുന്നത്. So that is basically, ഞാൻ കാണുന്നത് there is a slight correction. So I am expecting Nifty to trade somewhere support level ഞാൻ കാണുന്നത് 22,500 റേഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മേ ഗോ അപ് ടു 22,200. സോ ഇന്ന് ഞാൻ കാണുന്നൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ റിലയൻസിൻ്റെ സ്റ്റോക്ക് 1300 ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 52 വീക്ക് ലോയിലാണ് ഉള്ളത് റിലയൻസിൻ്റെ സ്റ്റോക്ക്. പക്ഷേ അതിൻ്റെ പ്രധാന ഒരു കാരണം റിലയൻസിൻ്റെ സ്റ്റോക്ക് ഈ ജിയോ പൊളിറ്റിക്കൽ എസ്കലേഷൻ, ട്രംപിൻ്റെ ഒരു ത്രെട്ട് വരുന്ന മാർക്കറ്റിൽ ക്രൂഡിൻ്റെ പ്രൈസ് എസ്കലേഷൻ, അത് അവർ PVCൻ്റെ പ്രൈസ് കട്ട് ചെയ്തുകൊണ്ട് അവരെ ഓയിൽ ടു കെമിക്കൽ ബിസിനസ് പ്രോഫിറ്റ് കുറച്ച് കുറയുന്നതാണ് പറയുന്നത്. ഈ മാസം അതിൻ്റെ റിലയൻസിൻ്റെ റിസൾട്ട് ഈസ് ഓൾസോ കമ്മിങ്. സോ അത് വലിയൊരു ഫാക്ടറാണ് മാർക്കറ്റിൽ. പക്ഷേ HDFC ബാങ്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. HDFC ബാങ്കിൻ്റെ നല്ല നമ്പേഴ്സാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ HDFC ബാങ്കൊക്കെ ഐ തിങ്ക് ഇറ്റ് ഈസ് ഒരു 2 ഏപ്രിലൊരു ബൈ റെക്കമെൻഡേഷനാണ് അതൊക്കെ HDFC ബാങ്ക് എന്ന് പറയാമെന്ന് വെച്ചാൽ. സോ ഇറ്റ് ഈസ് ലൈക്ക് ഒരു പെർസെപ്ഷൻ ഇഷ്യൂ ആണ് HDFC ബാങ്കിനുള്ളത്. ഇറ്റ് ഈസ് നോട്ട് എ പെർഫോമൻസ് ഇഷ്യൂ. സോ ഏഷ്യൻ മാർക്കറ്റ് റിസാലൻസ് ആണ് കാണുന്നത്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഞാൻ കാണുന്നത് ഈ ജിയോ പൊളിറ്റിക്കൽ എസ്കലേഷൻ. ഇന്നിപ്പം ട്രംപിൻ്റെ അൾട്ടിമാറ്റം ഇന്ന് 8 മണിക്ക്, ട്യൂസ്ഡേ 8 മണിക്ക് അറിയാം നമുക്ക്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ദർ വിൽ ബി എ ലാസ്റ്റ് മിനിറ്റ് നെഗോസിയേഷൻ. ട്രംപ് വോണ്ട് ഗോ ഓൾ ഔട്ട് വാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാർക്കറ്റ് ചിലപ്പം കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ വി ഡോണ്ട് നോ ആക്ച്വലി. സോ ദിസ് ഈസ് വൺ തിങ്. അനദർ തിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു UAE-യിലുള്ള എമിറേറ്റ്സ് ഗ്ലോബൽ അലുമിനിയം കമ്പനി, ദാറ്റ് ഇസ് ദ ഫോർമൽ ദുബാൽ ആണല്ലോ, നിങ്ങൾക്കറിയാലോ. അതിലൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അലുമിനിയം ഷോർട്ടേജസ് ഭയങ്കരമായിട്ടും, അത് ഹിൻഡാൽക്കോ, പിന്നെ ചൈനീസ് അലുമിനിയം മാനുഫാക്ചേഴ്സ് അതൊക്കെ വലിയ, പിന്നെ അതുപോലെ ബറൂച്ച് റുവൈസിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. റുവൈസിലെ ബറൂച്ച് പ്ലാന്റും അവിടെയും ഈ PVC പ്ലാസ്റ്റിക്സ് പ്രൊഡക്ഷൻ ചെയ്യുന്നൊരു കമ്പനിയാണത്. സെക്കൻഡ് തിങ് ഇസ് അറ്റ് കോർഫർഖാനിലും ഫുജുറയിലും കണ്ടിന്യൂസ് അറ്റാക്ക് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ പിന്നെ UAE-യിലൊക്കെ ഒരു മിസൈൽ വാർണിംഗ് ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നത്. സോ ദർ വിൽ ബി നമുക്ക് പിന്നെ വി ഡോണ്ട് നോ ആക്ച്വലി അത് ഇന്ന് വൈകുന്നേരം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും. പിന്നെ വിപ്രോ ദേ ഹാവ് സെക്യൂർഡ് എ ലാൻഡ് മാർക്ക് ഡീൽ, ഒരു 1 ബില്യൻ്റെ ഒരു ഡീൽ അതിൽ ചെയ്തിട്ടുണ്ട് വിപ്രോൻ്റെ. സോ ബേസിക്കലി ഇന്നത്തെ ട്രേഡ് വളരെ കോഷ്യസ് കാരണം നാളെ നമുക്ക് പൊസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ മാർക്കറ്റ്. സോ അതുകൊണ്ട് ഡേ ട്രേഡിംഗ് ആണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. Thank you for being my channel. Please support my channel.